കാസർഗോഡ് മുള്ളേരിയയിൽ കുടിവെള്ളത്തിൽ മാലിന്യം കലരുന്നതായി പരാതി. മുള്ളേരിയ ടൗണിൽ താമസിക്കുന്ന ചിലരുടെ വീടുകളിലെ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറിലെ നിറം മാറി ഉപയോഗശൂന്യമായിരിക്കുന്നു. മാലിന്യം വ്യാപകമായി വെള്ളത്തിൽ കലരുന്നതിനാൽ സമീപത്തെ ഹോട്ടലിനെതിരെ നാട്ടുകാർ കളക്ടർക്കും ആരോഗ്യ വകുപ്പിനും പരാതി നൽകിയിരിക്കുകയാണ്. ഹോട്ടൽ അധികൃതർ മാലിന്യ സംഭരണ പ്ലാന്റ് നിർമ്മിച്ച് സമീപത്തുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നോക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. മാസമായിരിക്കുന്നു മുള്ളേരിയിലെ ജനങ്ങൾ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു പ്രദേശത്തിന് തൊട്ടപ്പുറത്താണ് ഒരു ഹോട്ടൽ, ഏകദേശം 100 മീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ മലിനജലം ഇത്തരത്തിൽ ആ കിണറുകളിലേക്ക്, സമീപപ്രദേശങ്ങളിലേക്ക് കിണറുകളിലേക്ക് വരുന്നതോടുകൂടി അവിടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു അടുക്കളയിലേക്ക് വരുന്ന വെള്ളത്തിന് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നു. അതായത് നിറവ്യത്യാസം ഉണ്ടാകുന്നു, ഒപ്പം തന്നെ വലിയ രൂക്ഷമായ ഗന്ധമടക്കം അനുഭവപ്പെടുന്നു അത്തരത്തിലെ കിണറുകളിൽ നിന്ന് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഈ വെള്ളം പരിശോധിക്കുന്ന സമയത്തടക്കം വലിയ രൂക്ഷമായ ഒരു ഗന്ധം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കിണറിൽ നിന്ന് അടിച്ചു വരുന്ന വെള്ളമാണ്. ആളുകളോട് തന്നെ ചോദിച്ചറിയാനുണ്ട്. ചേട്ടാ, ഏകദേശം 1.5 മാസമായിരിക്കുന്നു ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു വെള്ളം തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്? ഇപ്പോൾ വേറെ ബോർവെൽ വെള്ളം കോരി നോക്കുമ്പോൾ പുതുവെള്ളം ഉണ്ട്. അങ്ങനെ നമ്മൾ ലാബിലേക്ക് പോയി, പുള്ളിയാർ ലാബിൽ പോയി ടെസ്റ്റ് എല്ലാം ചെയ്തിട്ട് 3-ാം തീയതി റിപ്പോർട്ട് ചെയ്യുമ്പോൾ മലിന ജലം തന്നെയെന്ന് കൺഫേം ആക്കി. അങ്ങനെ പിന്നെ ബോർവെല്ല് വെള്ളം ഉപയോഗിക്കാൻ തുടങ്ങി. ഇതുവരെ ഇത്ര വർഷമായിട്ട് നമ്മൾ ഈ കുടിവെള്ളത്തിന് ഇതാണ് ആശ്രയിച്ചുകൊണ്ടായത്. അതുപോലെ ഇപ്പോൾ കംപ്ലീറ്റ് നമ്മളെ കിണറാണ് വൃത്തികേടായത്. എണ്ണമയവും കറുപ്പ് കളറും പുതുവെള്ളം വന്നിട്ട് ആകെ ഇനിയിപ്പോൾ എന്തെങ്കിലും കുടിക്കാൻ അറിയാതെ കുടിച്ചോയെങ്കിൽ തന്നെ രോഗം വരും. ഏകദേശം എത്ര വീട്ടുകാരുണ്ടാവും ചേട്ടാ ഇവിടെ? 6-7 വീട്ടുകാരുണ്ട്. അവരെല്ലാവരും തന്നെ ഇപ്പോൾ വേറെ കിണറുകൾ ആശ്രയിക്കാം. അതെ, കുടിവെള്ളത്തിനുള്ള ഈ കിണറിൽ പോയില്ലേ, ഇപ്പോൾ ബോർവെൽ വെള്ളമാണ്. ഇല്ലാണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കും, 20 ലിറ്ററിൻ്റെ ക്യാൻ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകും. ചേച്ചിമാരെ, വലിയ പ്രശ്നം തന്നെയായിരിക്കുമല്ലോ നിങ്ങൾ അടുക്കളയിലേക്കൊക്കെ വരുന്ന വെള്ളത്തിനടക്കം ഇത്തരത്തിൽ ഈ ഒരു സ്മെല്ലൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത്? അതെ, നമുക്കും അങ്ങനെ കിണർ കുറച്ച് വെള്ളമുള്ളത്. പിന്നെ ബോറ് ഉണ്ടായത് കൊണ്ട് ബോറിൽ വെള്ളം കുറവന്നെ. അങ്ങനെ നമുക്ക് പേടിയാന്നില്ല, ഇത് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കപ്പെടുന്ന വെള്ളമല്ലേ. എന്തായാലും ഇവിടെയുള്ള ആളുകളുടെ ആശങ്ക നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാ ഇപ്പോൾ വെള്ളം ആശ്രയിക്കുന്നത്? എങ്ങനെയാ? അപ്പോൾ ഞങ്ങളിപ്പോൾ കടയിൽ നിന്ന് 20 ലിറ്ററിൻ്റെ ക്യാനും വെള്ളം എടുത്തിട്ട് ഡെയിലി ഉപയോഗിക്കുകയാണ്. ഹെൽത്തിൽ പിന്നെ പഞ്ചായത്തിലും കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഇപ്പോൾ യാതൊരു നടപടി ഇല്ലാത്ത പോലെയാണ് ഇപ്പോൾ ഉള്ളത്. കുടിവെള്ളം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്രയും ആളുകൾ എല്ലാ നേരവും ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ആ ഒരു സംഭവത്തിലാണ് ഇത്തരത്തിലൊരു മായം കലരുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായത്. അതിൽ പരാതി നൽകിയിട്ടുണ്ട്, അതിന് വേണ്ടവിധം പരിഹാരമില്ല, അല്ലെങ്കിൽ ഹോട്ടൽ ഉള്ള ആളുകളടക്കം അതിനൊരു തക്കതായ പരിഹാരം കാണുന്നില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.